റെൻഷിക്കിൻ്റെ കൂടെ. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലേ റെൻഷിക്ക? യെസ്. എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ എന്നുള്ളത് നമുക്ക് കാണാം. എത്തിയിട്ട് പറയാം. ഞാനിപ്പോൾ ഒരാളെ കാണിച്ചു തരാം. റെൻഷിക്ക കം 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 കം. അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയതാണ് അവൾക്ക്. ഓ മൈ ഗോഡ്. എനിക്കാണെങ്കിൽ അവളെ എടുത്ത് നടക്കാൻ അത്ര പറ്റല്ല, പക്ഷേ ഇവളെ എടുക്കണം. നീ സംസാരിക്കും റെൻഷിക്ക, നീ സംസാരിക്കും. ഇവിടെ നോക്ക്, സംസാരിക്കും. പോയിട്ട് പറ, നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയല്ലേ. നമ്മൾ വില്ലാജിൽ പോയത് വേറൊരു കാര്യത്തിലാണ്, നമ്മൾ ചെയ്തില്ല അല്ലേ? നമ്മളത് ക്യാൻസൽ പഠിച്ചു. യെസ്, ഒരുപാട് കളക്ഷൻസ്, അതെ, ബ്രാൻഡും ഉണ്ട്, ടൈപ്സ് ഉണ്ട്, കുറേ ഉണ്ട്. ഹായ്, സേ ഹായ് റെൻഷിക്ക. വെൽക്കം ടു ഷീ ക്യാൻ സ്ലീപ് അല്ലേ? അപ്പോൾ ആഫ്റ്റർ ലോങ് ബ്രേക്ക് നമ്മൾ ഇന്നൊരു വ്ളോഗ് ചെയ്യാൻ പോവാണ് അല്ലേ റെൻഷിക്ക? അല്ലേ? യെസ്, നമ്മളൊരു വ്ളോഗ് ചെയ്യാൻ പോവാണ്. ഇന്ന് ആക്ച്വലി നമുക്ക് വീക്കെൻഡാണ്, ആസ് യൂഷ്വൽ ഫ്രൈഡേ. ആസ് യൂഷ്വൽ പോലെ തന്നെ എല്ലാ ഫ്രൈഡേസും ഞാനിതാ അറ്റ് മൈ സിസ്റ്റേഴ്സ് പ്ലേസ്. അതുകൊണ്ടാണ് റെൻഷിക്കിൻ്റെ കൂടെ. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലേ റെൻഷിക്ക? യെസ്. എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ എന്നുള്ളത് നമുക്ക് കാണാം. ആക്ച്വലി ഉച്ചയായി. ഓഫ് കോഴ്സ് നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഇന്ന് എഴുന്നേറ്റതൊക്കെ, അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ലേറ്റായി. എനിക്കാണെങ്കിൽ ഹിച്ച് കിച്ചാണ്, അതാണ് എൻ്റെ വോയിസ് ഇങ്ങനെ അല്ലേ റെൻഷിക്ക? യാ. അപ്പോൾ യെസ്, അപ്പോൾ ലെറ്റ്സ് സീ ഇന്ന് എന്താണ് നമ്മളുടെ ഡേ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. സോ യെസ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്ന് പുറത്ത് പോകണം. എന്തിനാ പുറത്ത് പോകുന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് പറയാം, നമ്മൾ എത്തിയിട്ട് പറയാം. ഞാനിപ്പോൾ ഒരാളെ കാണിച്ചു തരാം. റെൻഷിക്ക കം 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 ദിസ് ഈസ് മൈ റെൻഷിക്ക. റെൻഷിക്കയുടെ ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്തു കൊടുത്തല്ല റെൻഷിക്ക? ഓക്കെ, ഞാൻ ശരിക്കും റെൻഷിക്കയുടെ ഹെയർ സ്റ്റൈൽ ഒന്ന് കാണിക്കട്ടെ. വെയിറ്റ്, എൻ്റെ റെൻഷിക്കയുടെ ഹെയർ സ്റ്റൈൽ ഒന്ന് തല കാണിക്കേ. ഒന്നങ്ങനെ സൂപ്പർ. You like it? Yes. Oh my god, my pretty girl. So yes, ഇപ്പോൾ നമ്മൾ വില്ലാജിയോ മാളിലേക്കാണ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ പറയാം നമ്മൾ എന്തിനാണ് വില്ലാജിയോയിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷോപ്പിങ്ങിന് വന്നതാണ്. എന്ത് ഷോപ്പിംഗാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെൻഷിക്കയുടെ ലൈഫിലെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെൻഷിക്ക സ്കൂളിൽ ചേർന്നു, അഡ്മിഷൻ എടുത്തു. അപ്പോൾ അവൾക്ക് ഈ സൺഡേ, അതായത് ഇന്ന് ഫ്രൈഡേ, നാളെ സാറ്റർഡേ, മറ്റന്നാൾ സൺഡേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. LKG-യിലേക്ക് KG1 അവൾ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. എക്സൈറ്റഡ് ആണ്, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ചേച്ചി എക്സൈറ്റഡ് ആണ്, വിശേഷന് എക്സൈറ്റഡ് ആണ്. അവൾ എക്സൈറ്റഡ് ആണോ എന്ന് നമുക്കറിയില്ല. യെസ് അല്ലേ? നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി പറയൂ, ആർ യു എക്സൈറ്റഡ്? റെൻഷിക്കയുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് അവളുടെ ലൈഫ് ജേർണിയിലെ അല്ലേ? എന്തിനാ ഒന്ന് പറ. അവളും പത്രം മൂടില്ല. ചേച്ചി എക്സൈറ്റഡ് ആണോ? പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമത്തെ അല്ലേ? അതെ, നമ്മളെല്ലാവരും ഫസ്റ്റ് സ്കൂളിൽ പോകുമ്പോഴാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചില പർച്ചേസിംഗ് ലഞ്ച്. ഓക്കെ, അപ്പോൾ ചേച്ചി എക്സൈറ്റഡ് ആണ്. അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയതാണ് അവൾക്ക്. ഓ മൈ ഗോഡ്. ഓക്കെ, അവിടെ ഒരു കുട്ടി വന്ന് കുട്ടിക്ക് എല്ലാ കുട്ടികളും പോയിട്ട് പരിചയപ്പെടണം. അപ്പോൾ അങ്ങനെ, അപ്പോൾ ചേച്ചി എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ പോവാണല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ കുഞ്ഞ? നീ എക്സൈറ്റഡ് ആണോ? അവൾ എക്സൈറ്റഡ് ആണ് ആക്ച്വലി. അപ്പോൾ നമുക്കിനി ബാക്കി എന്തൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത് കാണാം. ഓക്കെ, നോക്കിയോ റെൻഷിക്ക, അവിടെ നോക്ക്. യെസ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നതാണ്. വേറൊരു കാര്യത്തിനാണ് ആക്ച്വലി ഇവിടെ വന്നത്. ഇവിടെ ഷോപ്പിങ്ങിന് വന്നല്ലേ.
എനിക്കാണെങ്കിൽ അവളെ എടുത്ത് നടക്കാൻ അത്ര പറ്റല്ല. പക്ഷേ ഇവളെ എടുക്കണം. നീ സംസാരിക്കും രാൻഷിക്ക, നീ സംസാരിക്കും. ഇവിടെ നോക്ക്, സംസാരിക്കും. അയ്യോ. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് പോവാണ്. നമ്മളിപ്പോൾ വില്ലേജിൽ വന്നതായിരുന്നു, വേറൊരു കാര്യത്തിന് വന്നതാണ്. അത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. സോ നമ്മളിപ്പോൾ പോവാണ്. ഓക്കേ, പോയിട്ട് പറ നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിയില്ലേ. നമ്മൾ വില്ലേജിൽ പോയത് വേറൊരു കാര്യത്തിനാണ്, നമ്മൾ ചെയ്തില്ല അല്ലേ. നമ്മളത് ക്യാൻസൽ പഠിച്ചു. യെസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ലുലുവിൽ വന്നിട്ടുണ്ട്. ലുലുവിൽ നമുക്ക് ഇവിടെ കുഞ്ഞിനെ നോക്കാം. അങ്ങോട്ട് നോക്ക്, ലുലുവിൽ വന്നു. നോക്ക്, ഹായ് പറഞ്ഞേ ബാബ. ലുലുവിൽ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ നമുക്ക് വേണ്ടതൊക്കെ എന്തെല്ലാം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. Ranchika? Look Ranchika. Hello. Yes. നമ്മൾ ഫസ്റ്റ് ഇവിടെ റോണക്കിൽ വന്നിരിക്കുക. നമുക്ക് ഫസ്റ്റ് ബുക്സ്, ഫയൽ, അങ്ങനത്തെ ഐറ്റംസാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കളർ പേപ്പേഴ്സൊക്കെ വേണം. യെസ്, നമ്മൾ കളർ ഷീറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. കളർ ഷീറ്റ്സ്, അത് കളേഴ്സാണ് ഷീറ്റ്സ്. അവൾ വളരെ എക്സൈറ്റഡ് ആണ്. നമ്മളിപ്പോൾ കളർ ഷീറ്റ്സ് എടുത്ത് ഇവിടുന്ന് അതെ ഫയൽ എടുക്കണം. ഫയൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫയൽ എടുക്കാൻ പോവാണ്. ഇങ്ങനത്തതാണോ പറഞ്ഞത്? ട്രാൻസ്പെറൻറ്റ് അല്ല, അത് വേറെ ഒരു ഫോൾഡർ വേണ്ട. ആ ഫോൾഡർ ഫോൾഡേഴ്സ് അതന്നെ പോരുന്ന ഏച്ചെടുത്ത് തന്നെ വാങ്ങിക്കുന്ന നമുക്ക് ഓരോന്നും നെഞ്ചിങ്ങോട്ട് നോക്ക്. ബാഗ് വാങ്ങാം നമുക്ക്. ബാഗ് എത്തട്ടെ. അതാ നമുക്ക് ഫോൾഡർ, വേറെ ഫോൾഡർ അല്ല. ഏതാ കുട്ടി വേണ്ട നോക്ക്. അത് നമുക്ക് നോക്കാം, വേറെ ഉണ്ടാവും. നീ ഒന്ന് നോക്ക്. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് നോക്കുവോ? ഒന്നിങ്ങോട്ട് നോക്കുവോ? ഒന്ന് നോക്കിയിട്ട് പറയുവോ? അവൾക്ക് ബാഗ് വാങ്ങാത്ത തന്നെയാണ് ഇപ്പോൾ. അവൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇഷ്ടയോ? അത് ഇഷ്ടയോ? ഓക്കെ, ഇഷ്ടായോ? കൊടുക്കാല്ലേ? ഓക്കേ, അതിൽ വെച്ചോ. അതെങ്ങനെയുണ്ട് യൂണിക്കോൺ? ഏതാ വേണ്ടപ്പോ? രണ്ടും വേണം അത്ര ചെയ്യാൻ. ഓക്കെ, എന്നാ രണ്ടതിലിട്ടോ. ഇതിൽ വെക്ക്. അതുകൊണ്ട് നമ്മൾ രണ്ട് ഫോൾഡേഴ്സ് എടുത്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട് ഒന്ന് ഇത്, ഈ ഒരു പിങ്ക്, പിന്നെ ഒന്നിതാ ഈ യൂണിക്കോൺ. നെക്സ്റ്റ് നടക്ക്. അവിടെ എത്തിയിട്ടില്ല. ഇവിടെ വേറെ ഫോൾഡേഴ്സ് ഉണ്ട് റാൻഷിക്ക. നിനക്ക് അതൊക്കെ വേണോ നോക്ക്. ഇതിലിഷ്ടായോ നോക്ക്. ബാഗിന് സെക്ഷൻ എത്തിയിട്ടില്ല. സെക്ഷൻ എത്തുമ്പോ അമ്മ എടുത്തു തരാം. ഒരുപാട് നല്ല ഭംഗിയുള്ള കുട്ടികൾക്ക് കുറച്ച് Paging salesman Tara, please proceed to press reception. Salesman Tara, please proceed to press reception. അവിടെ ബാഗില്ലേ കുഞ്ഞാ? ഇത് ബാഗ്സ് അല്ലല്ലോ. ബാഗ് അവിടെ കണ്ടു. അത് ബാഗ് അല്ല ആക്ച്വലി.
ഇവിടെ പോവാം, നമുക്ക് നോക്കിയിട്ട് എടുക്കാം അല്ലേ? അങ്ങനെ പോയിട്ട് യെസ്, ഇനി നമ്മൾ ടാഗിന് വേണ്ടിയിട്ടാണ്, ടെമ്പററി ID കാർഡ് ഇടാൻ വേണ്ടിയിട്ട് ടാഗ് എടുക്കാനാണ് നമ്മൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത്. പക്ഷെ ഇങ്ങനത്തെ എല്ലാവരും കണ്ണാ കുറച്ച് അതെ, ഇങ്ങനെ ലൈക്ക് ഹൊറിസോണ്ടൽ അല്ലേ, ഹൊറിസോണ്ടൽ ടൈപ്പ്. ഇത് ഇങ്ങനത്തെ ടൈപ്പ് അല്ലേ? ടാഗ് എടുത്ത് നമ്മൾ ഈ ടാഗാണ് നമ്മളെടുത്തത്, ഈ പിങ്ക്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സ് എടുക്കൂ. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഇവിടെ പല സൈസിലുള്ള ക്യാൻവാസ്, ബോർഡ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ബുക്ക് പൊതിയാനുള്ള ട്രാൻസ്പെറൻറ്റ് ഷീറ്റുള്ള ട്രാൻസ്പെറൻറ്റ് റൂൾ. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടി. കളർ പെൻസിൽസ് വേണം ഇനി നമുക്ക്. ഇവിടെ ഫുൾ ഇതാ കളർ പെൻസിൽസ് നോക്ക്. ആ കളർ പെൻസിൽസ് വേണം. അത് ക്രയോൺസ് കളർ പെൻസിൽ വേണമല്ലോ, അത് അതിലുണ്ടായിരുന്നു. നമുക്ക് കളർ പെൻസിൽസ് വേണം. അതല്ല രൺഷികാക്കാം, ഏതാ വേണ്ടേ? വരക്കൂലേ വലിയ വലിയ കുട്ടിയായിട്ട്? ഇങ്ങനത്തെ ബോക്സ് അത് ഓക്കെ അല്ലേ? യെസ്, പക്ഷെ അത് ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പർ സൈഡിലുണ്ടോ നോക്കാം. നമുക്ക് നോക്കാം. ഇതൊക്കെ കളറിന്റെ മാത്രം ഉള്ളതാണെന്ന് തോന്നുന്നു, മാർക്കേഴ്സ് ഒക്കെ. ക്രയോൺസ് ഉള്ളത് ഈ ബോക്സ് അല്ല, ഇതൊക്കെ ഇതല്ലേ ക്രയോൺസ് അല്ലേ? ജംബോയാ ടെൻഷൻ ഉണ്ടാവും. പട്ടിയോ അതെടുക്കുന്നേ. അത് ഇത് വേണോ ചേച്ചി? ഇതുപോലത്തെ ആ ഇറൈസറോ? ഇറൈസർ ആ വേണം. അത് നമ്മൾ എടുത്തോ? വേറെ ഉണ്ട് കളർ പെൻസിൽസ്. യെസ്, ഒരു ക്രയോൺസിന്റെ ബോക്സ് എടുത്തു. ഇനി ഇവിടെ കളർ പെൻസിൽസ്. ഞാൻ ശരിക്കും എൻ്റെ സ്കൂൾ ലൈഫ് ശരിക്കും ഇപ്പം നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആക്ച്വലി അങ്ങനെയാണല്ലോ.
അല്ലേ ചേച്ചി അല്ലേ ചേച്ചിയെ നമ്മുടെ സ്കൂൾ ലൈഫ് ആക്ച്വലി മിസ് ചെയ്യുന്നില്ലേ ഷാർപ്പ്നറുണ്ട്. പറയച്ചേ അല്ലേ സ്കൂൾ ലൈഫ് മിസ് ചെയ്യുന്നില്ലേ നമ്മൾ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോഴേക്കും നമ്മളിത് മേടിച്ചൊന്നും ഓർമ്മയില്ലല്ലോ. ഇല്ല പക്ഷെ എന്നാലും ഇതൊക്കെ കാണുമ്പോ നമുക്കൊരു നമുക്ക് പണ്ടത്തെ ഇട്ടേക്ക് കളറാണ്. മേക്കപ്പ് മാത്രമുള്ള ആദ്യമായിട്ടാണ് മേക്കപ്പ് അല്ല കുഞ്ഞാ അത് സ്കൂളിൽ പോകുന്നത്. വേറെ കളേഴ്സ് വാട്ടർ കളർ. ആക്ച്വലി എല്ലാവർക്കും സ്കൂൾ റീ ഓപ്പണിംഗ് ആണ് സൺഡേ. അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ പുതുതായിട്ട് സ്കൂളിൽ പോകുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫാമിലിയും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് ഷോപ്പിങ്ങിന് വന്നിരിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ സ്കൂൾ ലൈഫ് സത്യം പറഞ്ഞാൽ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്കങ്ങനെയാണല്ലോ, നമ്മൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് വലുതാവണം എന്ന് തോന്നുമല്ലോ. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വീണ്ടും ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള തോന്നലാണ്. ഇഷ്ടായോ? പൗച്ച് കൺഫ്യൂഷൻ ആണോ മോൾക്ക്? കൺഫ്യൂസ്ഡ് ആണോ ഇപ്പോ? സർക്കിളോ വേണ്ട ബാഗിന്റെ ഈ ഒരു സെക്ഷനിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഏതാ അതിഷ്ടായേ? ആണോ? ഏത് ബാഗ് കുട്ടിക്ക് ഇഷ്ടായേ? ഏതാ ഇഷ്ടായേ? ഇതോ? ഇത് പക്ഷേ ട്രാൻസ്പെറന്റ് ആണ്. അതുകൊണ്ട് ഉള്ളിൽ എന്താ ഇത് കുഞ്ഞെല്ലാം കാണും. എല്ലാം പുറത്തേക്ക് കാണും. ഇറ്റുണ്ടല്ലേ? പൗച്ചുണ്ടോ? പൗച്ചുണ്ട്. റെസ്റ്റോറൻറ്റ് കേട്ടോ. വേണ്ട ഇതിന് 120. ഇതാണ് ഇവിടുത്തെ ബാഗ് കളക്ഷൻസ്. ഫ്രോസൻ്റെ ഒക്കെ ഉണ്ട്. അതൊന്നും ആൾക്ക് പക്ഷെ ഇഷ്ടമായില്ല എന്നാണ് പറഞ്ഞത്. ഫ്രോസൺ ലബൂബൊക്കെ ഉണ്ട് കേട്ടോ. ലബൂബ് യെസ്. ഇപ്പോൾ നമ്മൾ പെൻസിൽ, ഇറേസർ, അതുപോലെ കളേഴ്സ് ഇവിടെ വേറെ ഉണ്ട്. ഇറേസേഴ്സ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ഇറേസേഴ്സ്. നോക്കി റൻഷിക്ക് അതൊക്കെ ഇറേസേഴ്സാ. ഇഷ്ടായോ? രസമുണ്ടോ? ഇറേസേഴ്സ് അതൊക്കെ. നമ്മൾ പെൻസിൽ, സിസേഴ്സ്, ആ സെക്ഷൻ. ആ അതൊന്നുമില്ല. അങ്ങോട്ട് ക്ലേ, ഇവിടെയൊക്കെ ക്ലേ. പെൻസിലാണെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ പെൻസിൽ.
സ്പെഷ്യൽ പെൻസിൽ. ബോക്സ് നിനക്ക് ഏതാ വേണ്ട നോക്ക്. പൗച്ച് ഉണ്ട്, ഇതാ ബോക്സ് ഉണ്ട്. ഏതാ നിനക്ക് ഇഷ്ടമായി നോക്ക്. ഇവിടെ ഉണ്ട്, കണ്ണാടി ഉണ്ട്. ഇതൊക്കെ കണ്ണാടി. രസമുണ്ടോ? വാങ്ങണ്ടേ ചേച്ചിയെ? ഈ കൈൻഡ് ഓഫ് ഇത് വേണ്ട. ഇഷ്ടമായി ഓറഞ്ചിക്ക? രസമുണ്ടോ? ഹാപ്പി? You happy? Are you happy? Happy. Yeah. She's happy. Markers, highlighters, അതുപോലെ പെൻസിൽസ് ആണ് ഇത്. നമ്മളുടെ ക്യൂട്ടായിട്ടുണ്ടല്ലേ പെൻസിൽ. നമ്മളിവിടെ പെൻസിൽ സെക്ഷനിലേക്ക് എത്തി. ഫൈനലി നമ്മൾ കുറേ പെൻസിൽ തിരഞ്ഞെടുക്കണം. ഇവിടെ ഒരുപാട് പെൻസിൽസ് ഉണ്ട്. അത് ഗംസ് ഒക്കെയാണ്. ഓക്കെ പറ. നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ട് മേടിക്കാറുണ്ടായിരുന്നത് ആദ്യം നടരാജ് അല്ലെങ്കിൽ അപ്സര. അതെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പെൻസിലിന്റെ വിവിധ അതെ ഒരുപാട് കളക്ഷൻസ്. അതെ ബ്രാൻഡും ഉണ്ട്, ടൈപ്സ് ഉണ്ട്, കുറേ ഉണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇപ്പോൾ ഇറേസർ ഷാർപ്നറൊക്കെ നോക്കിയ സമയത്ത് ഫേസ്റ്റ് നോക്കിയത് അപ്സർ ഉണ്ടോ നട്രാജ് ഉണ്ടോ അങ്ങനെയാണ് നോക്കിയത്. നമുക്ക് അങ്ങനെ ഒരിതാണല്ലോ. അപ്പോൾ ഇവിടെ പെൻസിലിൻ്റെ സെക്ഷനിലെത്തിയപ്പോഴും സെക്ഷനിലെത്തിയപ്പോഴും നമ്മൾ ഫേസ്റ്റ് നോക്കിയത് അതാണ്. അപ്പോൾ ഞാനും ചേച്ചി ഡിസ്കസ് ചെയ്തത് അതാണ്. അപ്പം എൻ്റെ കയ്യിൽ വേറൊരു പെൻസിലുണ്ട്. ഇതെന്താണ് റബ്ബർ പെൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ എത്ര പെർസെൻറ്റേജ് ഷോപ്പ് ചെയ്ത് ഷോപ്പ് എടുത്തു പറ. 70-75% നമ്മളിപ്പോൾ എടുത്തു. ഇനിയും നമുക്ക് എടുക്കാറുണ്ട്. അപ്പം ഞാൻ ടയർഡായി. 8:30 നമ്മളെപ്പോഴും വന്നറിയും. ഒരു 6:30 ഒക്കെ ആയപ്പോൾ നമ്മൾ വന്നതാണ്. ഇനി നമുക്ക് ഇനിയും ബാക്കി എടുക്കാനുണ്ട്. ഇത് നമ്മളുടെ എന്താ പറയുക ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിലേക്ക് പോകുന്നവർ. അപ്പം അതിൻ്റേതായ സാധനങ്ങളൊക്കെ വേണം നമുക്ക്. അതിനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാം വേണമല്ലോ. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ചില്ലറ പണിയല്ല ചേച്ചിയെ. ഇത് കുറച്ച് അത്യാവശ്യം വലിയ ടാസ്ക് ആണ് അല്ലേ. നമ്മൾ ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നില്ല. ഇപ്പം നമ്മൾ ഭയങ്കര എക്സ്പോസ്ഡ്. ആദ്യം ലേച്ചി തുടക്കത്തിൽ ലേച്ചി അയ്യാ പറയാം കറക്റ്റ് അല്ലേ. നമ്മൾ ആദ്യം എക്സൈറ്റഡ് ആയിട്ടാണ് വന്നെങ്കിൽ ഇപ്പം നമ്മൾ എക്സോസ്റ്റ്. സത്യം പറഞ്ഞ കാര്യമാണ്. അതെ സത്യം. ഇനിയൊന്ന് കഴിഞ്ഞാൽ മതിയെന്നേ ഉള്ളൂ. കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട് നമ്മളുടെ ലിസ്റ്റിൽ. ഇനിയും ഐറ്റംസ് നമുക്ക് വാങ്ങാനുണ്ട്. ഇപ്പോൾ നമ്മൾ ബുക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. ഓക്കെ ഇപ്പം നമ്മൾ ഷൂസ് വാങ്ങാൻ വന്നു. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ അനൗൺസ്മെൻറ്റ് കേൾക്കാറുണ്ടല്ലേ. എന്താ ചെയ്യാം. ഓക്കെ നമ്മളിപ്പോൾ ഇനി ഷൂസ് വാങ്ങാൻ വന്നാണ് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷൂസ് നമുക്ക് നോക്കാം. ബോയ്സൊന്നുമില്ല. ബോയ്സൊക്കെ പോയി. കാലാണെങ്കിൽ വേദനിച്ചിട്ടും വയ്യ. നമുക്ക് ഇത് കഴിഞ്ഞ് ഇനി എന്താണ്
ഇനിയൊന്നുമില്ലാന്ന് തോന്നുന്നു. നോക്കാം ഷൂസ് കഴിഞ്ഞിട്ട് അപ്പോഴായിരിക്കും ലിസ്റ്റിലനുസരിച്ച് ഷൂസ് ഉണ്ട്. ഇനി അവിടെ നമുക്ക് വാട്ടർ ബോട്ടിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമായില്ല. അപ്പോൾ നമ്മൾ പിന്നെ ലുലുവിൽ മാത്രം വെച്ചാൽ നമ്മളിപ്പോൾ റോണക്കെന്നാണല്ലോ വാങ്ങിയത്. നമുക്ക് നോക്കാം. ഓക്കെയാണോ? കംഫർട്ടബിൾ ആണോ? ഓക്കെ, നമ്മൾ ഷൂസ് എടുക്കാൻ പോയില്ലേ? ഷൂസ് എടുക്കാൻ പോയിട്ട് നമുക്ക് അവിടെ ഷൂസ് കിട്ടിയില്ല. അവൾക്ക് വേണ്ട ഷൂസ് കിട്ടിയില്ല. സൈസും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിലേക്ക് ഇടാൻ പറ്റിയ ആ ടൈപ്പ് ഓഫ് ആ ഒരു ഷൂസും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ അവിടെ തന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ്, കുറച്ച് ഫാൻസി ഐറ്റംസൊന്നും അങ്ങനെയൊന്നുമില്ല. അവൾക്ക് കുറച്ച് ഹെയർ ക്ലിപ്സും പിന്നെ നമുക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമുക്ക് എടുത്ത് വരാൻ പറ്റി. അതുകൊണ്ട് പെട്ടെന്ന് അത് എടുത്ത് വന്നു. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്ത് നോക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇവിടുന്ന് വാട്ടർ ബോട്ടിൽ നോക്കണം. വാട്ടർ ബോട്ടിൽ പിന്നെ വെറ്റ് വൈപ്സ്, നാപ്കിൻസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നോക്കണം. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളുടെ ഷോപ്പിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മുടെ ഷോപ്പിങ്ങൊക്കെ ഒരു 95% കഴിഞ്ഞു. ഇനിയും കുറച്ച് ഉണ്ട്, പക്ഷേ നമ്മൾ നിർത്തി. നമുക്ക് വയ്യാതായിട്ട് നമ്മൾ നിർത്തി. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ചെയ്ത് വേണ്ടി പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യാറ്. അപ്പോൾ ചേട്ടനെ എന്താണ് നെക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നെക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കൂടുതലൊന്നും എടുക്കുന്നില്ല. നമ്മൾ ഫുഡ് കഴിക്കുന്നു, പോകുന്നു, ഉറങ്ങുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. കുറേ കാലത്തിന് ശേഷം വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളെന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് എനിക്ക് റയാൻഷിയുടെ ഈ ഒരു ഞാൻ ഇന്ന് ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫ്ലവർ ബോയ്. പിന്നെ റയാൻഷിയുടെ സ്കൂളിലേക്കുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യണം. അതായത് അവളുടെ ലൈഫിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം എനിക്കതൊന്ന് വ്ളോഗ് ആക്കി വെക്കണം, ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം എന്നൊരു ആഗ്രഹം. അവൾ വലുതായി കഴിഞ്ഞാൽ അവൾക്ക് കാണിച്ചു കൊടുക്കലോ നോർമലിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, പ്രിപ്പറേഷൻസ് ഒക്കെ ഉള്ളത് ഒന്ന് അവളെ കാണിക്കാമല്ലോ അവൾ വലുതായി കഴിഞ്ഞാൽ. അതിനും പിന്നെ എനിക്ക് കാണാനും നമുക്കൊക്കെ കാണാനും നമുക്കൊക്കെ പിന്നീട് കാണുമ്പോൾ ഇത് ഒരു മെമ്മറി ആണല്ലോ, ഒരു ഹോൾ മെമ്മറി ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഈ വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വ്ളോഗ്, അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.